രാജ്യത്ത് എത്തനോൾ പെട്രോൾ വില്ലനാവുകയാണ്. ജൻസി സമരങ്ങളിലടക്കം വലിയ അർത്ഥത്തിൽ എടുത്തുകാട്ടപ്പെടുന്ന ഒന്നാണ്. പെട്രോളിൻ്റെ 20% എത്തനോൾ ഉൾപ്പെടുത്തുന്നു. പക്ഷേ എന്നാൽ പെട്രോളിൻ്റെ വിലയാകട്ടെ കുറയുന്നുമില്ല. ഇത് വലിയൊരു ആക്ഷേപമായി ഉയരുകയാണ്. ഇത് വലിയൊരു ചൂഷണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് രാജ്യമാകെ പരിഭവത്തിലും പരാതിയിലുമാണ്, പ്രക്ഷോഭത്തിലുമാണ്. ഇങ്ങനൊരു ഘട്ടത്തിലാണ് പുതിയ ചില വിവരങ്ങൾ കൂടിയെത്തുന്നത്. നേരത്തെ തന്നെ അത് പലയിടത്തും പറഞ്ഞു വന്നതാണ്. രാജ്യത്ത് E20 പെട്രോൾ പ്രാബല്യത്തിലായതോടെ വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ വർദ്ധിച്ചിരിക്കുന്നു. ദീർഘകാലത്തിനിടെ മാറുന്ന കാർബറേറ്ററും മറ്റും വില കൂടിയ യന്ത്രഭാഗങ്ങളും അടിക്കടി മാറേണ്ട അവസ്ഥയാണ് വാഹന ഉടമകൾക്ക് വരുന്നത്. പി ജെ അരുൺ, ഇവിടെ സുപ്രീം കോടതി അഭിഭാഷകരടക്കം ഇതിനെ സംബന്ധിച്ച് നേരത്തെ പല വിധത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടാക്കി അതിനൊരു പഠന സംഘത്തെയൊക്കെ അനൗദ്യോഗികമായി പോകുന്നു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അനുഭവ സാക്ഷ്യമാണ്. വർക്ക്ഷോപ്പ് ഉടമകളുടെ, വർക്ക്ഷോപ്പിലെ ജീവനക്കാരുടെ ഒപ്പം നാട്ടുകാരുടെയൊക്കെ അനുഭവ സാക്ഷ്യമാണ് പറയുന്നത്. പി ജെ, E20 പെട്രോൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ. അജിംഷാദ്, ഇത് ഈ കേന്ദ്ര സർക്കാർ E20 പെട്രോൾ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഇതിൽ പ്രധാനമായും അവകാശവാദമായി ഉന്നയിച്ചിരുന്നത് വണ്ടികളുടെ മൈലേജ് കൂടും, വാഹനങ്ങളുടെ മൈലേജ് കൂടും, അതുപോലെ ഇത് ക്വാളിറ്റി ഉള്ളതാണ്, അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുമെന്നുള്ള തരത്തിലുള്ള വാദഗതികൾ, പൊള്ളയായ വാദഗതികൾ നിരത്തിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയത്. ഇപ്പോൾ E20 നേരത്തെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതിൽ എത്തനോളിന്റെ മിക്സിംഗ് കുറവായിരുന്നു. അപ്പം E10-ൽ നിന്നും E20-യിലേക്ക് വന്നപ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് അനുഭവ സാക്ഷ്യം. ഈ കോഴിക്കോടുള്ള ഒരു മെക്കാനിക്കാണ് പറഞ്ഞത്. കാരണം വണ്ടി പണി കൂടുതൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും സന്തോഷം ഉണ്ടാവണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ കസ്റ്റമേഴ്സിന്റെ ഈ വാഹനവുമായി ഈ തകരാറുമായി എത്തുന്നവരിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വഴക്കിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം 2 ദിവസവും അല്ലെങ്കിൽ ഈ അടുത്ത കാലയളവിൽ മാറുന്ന കാർബറേറ്റർ പോലെയുള്ള സാധനം, അതിൽ ഈ കാർബറേറ്റർ പോലെയുള്ളതൊക്കെ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. 12,000 രൂപയോളം. പ്രധാനമായും 2 വീലറിന്റെ കാര്യമാണോ ഇപ്പോൾ വർക്ക്ഷോപ്പുകൾ അരുൺ പോയത്, പി ജെ പോയത് പ്രധാനമായും ഈ ഇത്തരം 2 വീലർ വർക്ക്ഷോപ്പുകളിലാണോ അതോ 4 വീലറിന്റെയും സ്ഥിതി ഇത് തന്നെയാണോ? വർക്ക്ഷോപ്പുകളിൽ നിന്നും ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ പ്രതികരണങ്ങൾ ലഭിച്ചിരിക്കുന്നത് 2 വീലർ വർക്ക്ഷോപ്പുകളിൽ നിന്നാണ്. 5 വർഷത്തോളം പഴക്കമുള്ള വാഹനങ്ങളിൽ കാർബറേറ്ററുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. 2 വീലർ ഗിയർലെസ് സ്കൂട്ടറുകളും മറ്റു ബൈക്കുകളിലെല്ലാം കാർബറേറ്റർ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങളിലാണ് ഇത് പ്രധാനമായും പ്രശ്നം വരുന്നത്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പെട്രോളിൽ 10% അടുത്ത് മാത്രമാണ് എത്തനോൾ ഈ കലർത്തിയിരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് E20 പെട്രോൾ ആണ്. പക്ഷെ ഈ വരുന്ന കാലയളവിൽ ഈ E20 എന്ന് പറയുന്നത് മുഴുവൻ എത്തനോൾ ചേർത്ത ഒരു മിശ്രിതത്തിലേക്ക് മാറ്റുമെന്നുള്ള നീക്കം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വാഹന ഉടമകളുടെ ചെലവ് തന്നെയാണ്. കാരണം BS6 ഭാരത് സ്റ്റേജ് 6 പോലെയുള്ള വാഹനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിൻ ഘടന ഇപ്പോഴും എത്തനോളുമായി ചേർന്ന് നിൽക്കുന്നത്. E20 ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ചേർന്ന് നിന്നുള്ള എഞ്ചിൻ ഘടനയല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ മോട്ടറുകളിൽ വരെ അത് ബാധിക്കുന്നുണ്ട്. ഞാൻ ആ വർക്ക്ഷോപ്പ് ഉടമ നമ്മളെ കാണിക്കുന്നുണ്ട്. 1 ലിറ്റർ പെട്രോളിൽ അതിൽ 20% വെള്ളം കലർന്ന ഒരു നീരാണ്, ആ ഒരു നീരാണ് ഈ അടിയിൽ തങ്ങി നിൽക്കുന്നത്. ബാക്കിയുള്ള പെട്രോള് മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ 20% വരുന്നത് വെള്ളത്തിൽ കലർന്ന ഒരു മിശ്രിതമാണ്. ഈ മിശ്രിതമാണ് കാർബറേറ്റർ പോലെയുള്ള ഈ വാഹന ഘടകങ്ങളിലെത്തി ഇത് ഫംഗസ് പോലെയുള്ള ഇത് ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത്. ആ ഫംഗസിന്റെ ചിത്രവും നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഫംഗസ് അത് ഇവർ ഈ കാർബണേറ്റർ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ വായു ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഈ ക്ലിയർ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൽ നല്ല മധുരം ചേർന്ന ഒരു മിശ്രിതമാണ് ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇതിൽ കരിമ്പിൻ ജ്യൂസ് കലർത്തുന്ന തരത്തിലുള്ള ട്രോളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു വാസ്തവം, അയാൾ തന്നെ അനുഭവ സാക്ഷിയായിട്ടാണ് നമ്മളോട് ഇക്കാര്യം ഈ കാര്യം പറഞ്ഞത്. എന്തായാലും വാഹന ഉടമകൾ ഇത്തരത്തിലുള്ള ആഹാര ധാന്യ വസ്തുക്കളിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായി. അതെ, കാരണം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ എത്തനോളുമായി ബന്ധപ്പെട്ടുള്ള ഈ കരിമ്പ് വ്യവസായം ബന്ധപ്പെട്ടുള്ള കയറ്റുമതി മറ്റു കാര്യങ്ങളും എല്ലാം ഈ നിതിൻ ഗഡ്കരിയുടെ ബന്ധുക്കളുടെ പേരിലും അടുത്ത ബന്ധുവിന്റെ പേരിലൊക്കെ ഉള്ളവരുടെ ആണെന്നാണ് പറയുന്നുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഈ ആശങ്ക ഈ മോട്ടോർ വാഹന ഉടമകൾക്ക് നിന്നുണ്ട്. കാരണം ഞാൻ ഉൾപ്പെടെ അജിംഷാദും വാഹനം ഉപയോഗിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 2 വീലർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് കൃത്യമായ ഒരു മൈലേജ് നമുക്ക് ലഭിക്കുമെന്നുള്ളൊരു തീർച്ച
തീർച്ചയായും. കാരണം നമുക്ക് ഇപ്പോൾ ഒരു 200 രൂപയ്ക്ക് ഒരു സാധാരണക്കാരന് അടിക്കുന്ന ഒരു പെട്രോൾ ആയിരിക്കും. ആ പെട്രോളിൽ ഒരു 2 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ ഒരു സാധാരണയുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 70 കിലോമീറ്റർ ഒക്കെ കിട്ടേണ്ടതാണ്. 2 വീലർ ആണെങ്കിൽ ഒരു 60, 65, 70 വരെ കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് വെറും 25 കിലോമീറ്റർ 30 കിലോമീറ്ററും ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഗൗരവമായ കാര്യമാണ് പി ജെ മുമ്പോട്ട് വെക്കുന്നത്. എന്തായിരുന്നാലും ഈ 160 രൂപയുടെ മൂല്യം പോലും ഇല്ലാത്ത പെട്രോളിന് 107 രൂപയിലധികം നൽകേണ്ടി വരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ 107 രൂപ നൽകുമ്പോൾ അതിൽ 20% പെട്രോളേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നാട് മുഴുവൻ ദ്രവിക്കുകയാണ്, നാട്ടിലെ ജനങ്ങളുടെ പോക്കറ്റ് ചോരുകയാണ്, അവൻ്റെ അവകാശങ്ങൾ ധ്വംസിക്കുകയാണ്. പക്ഷേ തടിച്ചു വീർക്കുന്നതാകട്ടെ ഭരണത്തിലുള്ള ചിലരും അവരുടെ കുടുംബവും. ഇതാണ് E20യുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അവസ്ഥ രാജ്യത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ കേടാകുന്നു, വാഹനങ്ങൾ കൂടി കേടാകുന്നു. ഗുരുതരമായ സാഹചര്യം.